1984 സിഖ് വിരുദ്ധ കലാപം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, അറിയാമായിരിക്കും. ഇപ്പോൾ 40 വർഷമാവുകയാണ്. ഇന്ദിരാഗാന്ധിയെ വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡൽഹി തലസ്ഥാന നഗരി രക്തകലുഷിതമായ ആ ഒരു കലാപം എല്ലാവർക്കും അറിയാവുന്നതാണ്. 40 വർഷമായിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു രാത്രി ഓർത്തെടുക്കുകയാണ് പ്രൊഫസർ സരസ്വതി. അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവായിരുന്ന മേജർ ജനറൽ NS നായരും. അവർ രണ്ടുപേർക്കും പറയാനൊരു കഥയുണ്ട്. ആ ഒരു കലാപം നടന്ന രാത്രി ഒരു കുടുംബത്തിന് അവർ രക്ഷകരായി. ആ ഒരു കഥ എന്താണ്, അവരുടെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. രക്തക്കടലൊഴുക്കിയ വൻമരത്തിന്റെ വീഴ്ച, ഉണങ്ങാത്ത മുറിവായി ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപം. 40 വർഷം മുൻപ് ഒക്ടോബറിലെ ആ ശവിക്കപ്പെട്ട ദിവസത്തിൽ കണക്കുകൾ പ്രകാരം 1 മിനിറ്റിൽ ഒരാൾ വീതം തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിച്ചു. ഒരു ബസ്സും ഒരു ട്രക്കും ഇങ്ങനെ ചേർത്ത് ഇടിച്ചിട്ടിരിക്കണു. തീ ആളി കത്തുകയാണ്. അത് കത്തിച്ചിട്ട് വലിയ ബഹളത്തിലെ ആളുകൾ അവിടെ വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അപ്പം ഡ്രൈവറിനോട് പറഞ്ഞു, മേം സാബ് ഗാഡി മേ ആഗ് ലഗി ഹൈ. ഖൂൻ കാ ബദല ഖൂൻ, അഥവാ ചോരയ്ക്ക് പകരം ചോര. ആയുധങ്ങളും മണ്ണെണ്ണയുമായി ഇറങ്ങിയവർ വീട്ടിൽ നിന്നും കാറിൽ നിന്നും ട്രെയിനിൽ നിന്നും വരെ ഒറ്റ കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരെ വലിച്ചിറക്കി കൂട്ടക്കൊല നടത്തി. സരസ്വതി ഓർക്കുന്നു ഇന്ദ്രപ്രസ്ഥം കത്തിയ രാത്രി, ഒപ്പം ചേർത്ത ജീവനുകൾ. NS മാധവന്റെ പ്രശസ്തമായ വൻമരങ്ങൾ വീഴുമ്പോൾ വായിക്കുമ്പോൾ സരസ്വതി പോയത് 40 വർഷം മുൻപത്തെ ആ ഫോൺ കോളിലേക്കാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ദൽബീർ സിംഗിൻ്റെ വൈഫാണ്, രൂപ സിംഗ്. ഞങ്ങളുടെ വീട് ഹാപൂർ ജാട്ടിലെ വില്ലേജേഴ്സ് ജാട്ട്സ് വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഞങ്ങളുടെ ആ ലൈനിലുള്ള വീടുകളെല്ലാം അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ലൈഫ് ഡേഞ്ചറിലാണ്. ഒന്ന് സഹായിക്കാമോ, വന്ന് ഞങ്ങളെ കൊണ്ടുപോകാമോ, ഇവിടെ ഞങ്ങൾക്ക് കഴിയാക്കില്ല എന്ന് പറഞ്ഞു. രൂപയും ദൽബീർ സിംഗും അമ്മയും 2 സഹോദരിമാരും അവരുടെ കുട്ടികളും ഉൾപ്പെടെ 11 പേർ പേടിച്ചരണ്ട കണ്ണുകളുമായി കാത്തിരിക്കുകയായിരുന്നു. വണ്ടിയിൽ എല്ലാവരെയും കുത്തിക്കയറ്റി മുൻപ് സരസ്വതി ആൺകുട്ടികളുടെ തലപ്പാവും തൂവാലയും അടക്കമുള്ള സിഖ് ചിഹ്നങ്ങൾ അഴിപ്പിച്ചു. വണ്ടി തടയാൻ ശ്രമിച്ചവരെ വെട്ടിച്ച് തിരികെ പാഞ്ഞു. കലാപം അടങ്ങുന്നതുവരെ ഈ കുടുംബം സരസ്വതിയുടെ വീട്ടിൽ കഴിഞ്ഞു. നടുങ്ങിപ്പോയെങ്കിലും ഇരു കുടുംബങ്ങളും ആ രാത്രിയിൽ തുടങ്ങിയ ഊഷ്മള ബന്ധം ഇന്നും തുടരുന്നു. ബംഗ്ലാദേശ് യുദ്ധത്തിലടക്കം ഇന്ത്യൻ പട നയിച്ച മേജർ ജനറൽ NS നായർ തന്റെ ഭാര്യയുടെ സാഹസത്തെ പട്ടാള ഭാഷയിൽ ക്വിക്ക് റിയാക്ഷൻ ഓപ്പറേഷൻ എന്നാണ് ഓർക്കുന്നത്. This lady, I told my children that she is God's gift to humanity എന്നാണ് ഞാൻ പറയുന്നത്. പിള്ളേരോടും പറഞ്ഞു. അതൊന്ന് പോഴ്ത്തുകയല്ല, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. സ്വദേശമായ തിരുവനന്തപുരം വഴയിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് ഇവർ. ദൽബീർ സിംഗും രൂപയും കുടുംബവും ക്ഷേമാന്വേഷണങ്ങളായി ഇടയ്ക്കിവിടെ എത്താറുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, സരസ്വതി മാഡം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് പോലെ തോന്നും, ഒരു സിനിമ കണ്ടതുപോലെ. ഒരു ധീര വനിത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലേ? സന്ധ്യ, തീർച്ചയായിട്ടും 1984 ഒക്ടോബറിൽ തുടങ്ങിയ ഈ സിഖ് വിരുദ്ധ കലാപം നവംബർ 4 വരെയൊക്കെ നീളുന്ന ഒരു സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ മാത്രം 3000-നടുത്ത് സിഖുകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിലൂടെയോ അതിന് സമാനമായ സാഹചര്യത്തിലൂടെയോ കടന്നു പോയിട്ടില്ല. ഇത്തരത്തിലൊരു കലാപത്തിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭീകരാന്തരീക്ഷം എത്രയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. പക്ഷേ ഈ അടുത്ത് നമുക്കുണ്ടായ വലിയ തീരാനോവായിട്ടുള്ള വയനാട് ദുരന്തമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര മനുഷ്യജീവനുകൾ പൊലിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായ സാഹചര്യം പോലെയുമല്ല ഈ കലാപഭൂമിയിലേക്ക് വരുമ്പോൾ. ഒരു മനുഷ്യൻ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന മനുഷ്യനെയാണ് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വംശത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിലൊക്കെ നടു റോഡിലും ട്രെയിനിൽ നിന്നുമൊക്കെ വലിച്ച് ഇട്ട് കത്തിക്കുന്ന സ്ഥിതിവിശേഷം. ഈ സമയത്താണ്, അതായത് 1984 കലാപം തുടങ്ങിയ സാഹചര്യത്തിലാണ് NS മാധവൻ്റെ ഈ പുസ്തകവുമൊക്കെ അതുമായി ബന്ധപ്പെടുത്തി അഗത എന്നുള്ളൊരു സിസ്റ്റർ ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് NS മാധവന്റെ കഥ. ആ കഥയ്ക്ക് സമാനമാണ് ഇപ്പോൾ സരസ്വതിയുടെ ജീവിതവും. സരസ്വതി അന്ന് ദൽബീർ സിംഗ് എന്ന് പറയുന്ന ആളുടെ കുടുംബത്തെ, ദൽബീർ സിംഗും പട്ടാളക്കാരനായിരുന്നു, ഈ നമ്മുടെ സാറിനോടൊപ്പം, അതായത് മേജർ സാറിനോടൊപ്പം വർക്ക് ചെയ്ത ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഒരു രാത്രിയാണ് ഇത്തരത്തിൽ സരസ്വതി ഓർത്തെടുക്കുന്നത്. 40 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അത് വാർത്തയൊക്കെ ആവുന്നത്. ആ ഒരു സമയത്തൊന്നും അത് വാർത്തയായതുമില്ല, കാര്യങ്ങളൊന്നും ഏറ്റെടുത്തതൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ആ കുടുംബവുമായിട്ടുള്ള ഊഷ്മള ബന്ധം നിലനിൽക്കുകയാണ്.
തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറിയ പങ്ക് ഓർമ്മകളും ഡൽഹി ഓർമ്മകളും ഒക്കെ എന്നോട് അവർ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനവിക മൂല്യം ഒരു പക്ഷേ അവിടെ പോയില്ലായിരുന്നെങ്കിൽ, ആ സമയത്ത് സരസ്വതി ആ പ്രദേശത്തെത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ജീവനുകളൊക്കെ പൊലിഞ്ഞേനെ. ഏകദേശം 3000-ഓളം പേർ എന്നുള്ളത് ഒരു ഔദ്യോഗിക കണക്കായിട്ട് മാറുമ്പോഴും പലപ്പോഴും അനൗദ്യോഗിക കണക്കുകൾ അതിലും കൂടുതലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ആ ജീവനുകൾ രക്ഷിച്ച കഥയാണ്. എന്തായാലും ആ ഊഷ്മള ബന്ധം ഇപ്പോഴും തുടരുന്നുമുണ്ട്. അവർ ഇടയ്ക്കിടെ വഴിയിലെ വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന രണ്ടാളെയും കാണാൻ പഞ്ചാബിൽ നിന്നും പലവരും എത്താറുമുണ്ട്. എന്തായാലും ഇപ്പം അവരൊക്കെ ബിസിനസ്സുകാരും ഒക്കെയാണ്. എന്തായാലും അവരിടയ്ക്ക് വരുമ്പോഴൊക്കെ പറയുന്ന ആ ഒരു കാര്യം എന്നോട് സരസ്വതി മാഡം പറഞ്ഞത് എന്തായാലും ഈ കുടുംബമൊക്കെ പല ഇടങ്ങളിലായി ബിസിനസ്സും ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നു, എന്നെ കാണാൻ വരുന്നു. ഒപ്പം അന്ന് രക്ഷപ്പെടുത്തിയതിനപ്പുറത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ജൂത കലാപം, ജൂതർക്കെതിരെയുള്ള കൂട്ടക്കുരുതി, ആ ഒരു സമയത്തിന് സമാനമായിരുന്നു ഇന്ത്യയിൽ അന്ന് നടന്നിരുന്ന ആ ഒരു കലാപം. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അത് ഒരു സാമൂഹിക നന്മയ്ക്കപ്പുറത്തേക്ക് മനുഷ്യത്തിന്റെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ആ ഒരു അന്തരീക്ഷം അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. സിഖുകാരെ ഒക്കെ വധിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബം ഒരു പക്ഷേ ഈ കലാപകാരികളുടെ മുന്നിൽ പെട്ടിരുന്നെങ്കിൽ അവരെല്ലാവരും അന്ന് കൊല്ലപ്പെട്ടിരുന്നേനെ. അവരെയാണ് ഈ പറഞ്ഞ പ്രൊഫസർ സരസ്വതി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആ സ്നേഹം ഇപ്പോഴും ആ കുടുംബങ്ങൾക്ക് തമ്മിലുണ്ട് എന്നതാണ്. ശരി ഗോകുൽ.